രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയ ഇ.പി. ജയരാജന്റെ ആത്മകഥയാണ് പുറത്തുവന്നതെന്ന് പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി പി. സരിൻ. തിരക്കഥ എഴുതിയത് ഷാഫി പറമ്പിലാണെന്നും വി.ഡി. സതീശൻ കൂടെ നിന്നുവെന്നും പി. സരിൻ ആരോപിച്ചു. പോളിംഗിനെ സ്വാധീനിക്കാൻ കൊണ്ടുവന്ന ആയുധമാണ് ഇ.പി. ജയരാജന്റെ ആത്മകഥ. ഉപജാപക സംഘത്തിന്റെ ഗൂഢാലോചനയാണ് പിന്നിൽ. പക്ഷേ പാലക്കാട്ടെ വോട്ടർമാരെ ഇതൊന്നും ബാധിക്കില്ലെന്ന് പി. സരിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വി.ഡി. സതീശന് പാലക്കാടിന്റെ രാഷ്ട്രീയം അറിയില്ല. വി.ഡി. സതീശൻ ഭൂരിപക്ഷം വായുവിൽ കൂട്ടുന്നുണ്ട്. 24-ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള വി.ഡി. സതീശന്റെ വിടവാങ്ങൽ പ്രതീക്ഷിക്കാം. 15,000-ന് മുകളിൽ വോട്ടുകൾക്ക് LDF വിജയിക്കും. കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോകുമെന്നും പി. സരിൻ പറഞ്ഞു. അതേസമയം വിവാദങ്ങൾക്കിടെ സരിനായി വോട്ട് തേടാൻ ഇ.പി. ജയരാജൻ പാലക്കാട്ടേക്ക് പുറപ്പെട്ടു. ആരെന്ത് ശ്രമിച്ചാലും CPM-നെ തോൽപ്പിക്കാൻ സാധിക്കില്ലെന്നും LDF-നെ തോൽപ്പിക്കാൻ സാധിക്കില്ലെന്നും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിൽ ഇ.പി. ജയരാജൻ സംസാരിക്കും. വൈകിട്ട് 5 മണിക്കാണ് പൊതുസമ്മേളനം. സ്റ്റേഡിയം ഗ്രൗണ്ടിനോട് ചേർന്നുള്ള പൊതുവേദിയിലാണ് പരിപാടി. ഇ.പി.യുടെ ആത്മകഥയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി. സരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നീക്കം. പുസ്തകത്തിന്റെ ഉള്ളടക്കം തള്ളിയ ഇ.പി. DGPക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട് LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്നാണ് ഇ.പി. ജയരാജൻ ആത്മകഥയിൽ പറയുന്നത്. തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷയിലായിരുന്നു സരിൻ. അത് നടക്കാതായപ്പോഴാണ് ഇരട്ടി വെളുക്കും മുമ്പേ മറുകണ്ഠം ചാടിയതെന്നും ശത്രുപാളയത്തിലെ വിള്ളൽ മുതലെടുക്കണമെന്നത് നേര്. പല ഘട്ടത്തിലും അത് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ വയ്യാവേലിയായ സന്ദർഭങ്ങളും നിരവധിയാണ്. PV അൻവർ അതിലൊരു പ്രതീകമാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വരുന്നവരെക്കുറിച്ച് ആലോചിച്ചു വേണം തീരുമാനമെടുക്കാൻ. സമാനമായി സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കട്ടെ എന്നും ഇ.പി. ജയരാജൻ പറയുന്നുണ്ട്. ഇ.പി. ജയരാജന്റെ ആത്മകഥയിലെ പരാമർശങ്ങളിൽ പ്രതികരണവുമായാണ് LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി. സരിൻ രംഗത്തെത്തിയത്. പുറത്തുവന്ന പ്രസ്താവനകൾ ഇ.പി. ജയരാജൻ നിഷേധിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നതെന്നും പി. സരിൻ പറഞ്ഞിരുന്നു. ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് സരിൻ പ്രതികരിച്ചത്. ഏതെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ തനിക്കെതിരെ പരാമർശമുണ്ടായെങ്കിൽ അത് പരിശോധിക്കാമെന്നും സരിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.